ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ കാറുകളുടെയും യൂറോപ്യൻ കാറുകളുടെയും ജപ്പാൻ കാറുകളുടെയും ഇഷ്ടക്കാരായിരുന്നു ഗൾഫ് നിവാസികളെങ്കിൽ ഇന്ന് ചൈനീസ് കാറുകൾ ഏകദേശം 30% ഗൾഫ് നിരത്തുകൾ കീഴടക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുവൈറ്റിലെ റോഡുകളിൽ ചൈനീസ് കാറുകൾ ആഡംബര കാറുകളോട് കിടപിടിച്ചാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ചൈനീസ് കാറുകളുടെ നിർമ്മാണ രീതിയും കച്ചവട ചാരുതയും നേരിട്ട് കാണുകയും ഏറ്റവും ആധുനിക രീതിയിലുള്ള പുതിയ കാറുകളെ പറ്റിയുമുള്ള ചെറിയ ഒരു റിപ്പോർട്ടിലേക്ക്. ഇത് നമ്മുടെ രണ്ടാമത്തെ ചൈന വിസിറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബെയ്ജിങ് പ്യൂജോ ഒക്കെ ആയിരുന്നു, ഇത്തവണ ഷങ്കായി. പക്ഷേ ഇവിടെ വന്നപ്പം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ ഡെവലപ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചത്. ഇപ്പം തന്നെ നമ്മൾ ഈ ജെറ്റൂറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അന്ന് നമ്മൾ കാറിൻ്റെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരായിട്ട് പങ്കുവച്ചാണ്. എന്നിരുന്നാൽ കൂടിയും അവരുടെ ആ ഒരു ടെക്നോളജിയുടെ ഗ്രോത്ത്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ രീതിയിലുള്ള മോഡലുകൾ വരുന്നത്, അത് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ടെസ്റ്റ് ഡ്രൈവിലൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മലയിലും കയറിപ്പോയി സേഫായിട്ട് തിരിച്ചിറങ്ങാവുന്ന ഒരു പ്രതീതിയാണ് കാണാൻ സാധിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു? തീർച്ചയായിട്ടും ഈ ടെക്നോളജിയെ കുറിച്ച് നിശ്ചിത പറഞ്ഞത് നമ്മളെ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ഈ ചൈനീസ് ഓട്ടോമോട്ടീവ് സെക്ടർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജറ്റൂറിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓട്ടോ ഷോയിൽ കണ്ടത് മാതിരി ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നിരത്തുകളിൽ കൂടെ ഓടുന്ന വണ്ടികൾ മാത്രമല്ല, ഇനി അതേ വണ്ടി വെള്ളത്തിലും കൂടെ പോവാണ്. സോ ലാൻഡ് ആൻഡ് വാട്ടർ, ആ കാറിൻ്റെ ടെക്നോളജി അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരു ബോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് നിങ്ങളൊരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ ലെഷർ ഓൺ ദ റോഡ് ആസ് വെൽ ആസ് ഓൺ ദ വാട്ടർ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഇത് പ്രാക്ടിക്കലായി കഴിഞ്ഞു, ഇതിൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞു. ഇതിപ്പോൾ കമേഴ്ഷ്യലൈസ് ആകാനായിട്ട് ലെസ് ദാൻ 2 years. അപ്പോൾ അത് നമുക്ക് ഇന്നേ കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട G900 അല്ലേ? G900. അതെ. അതിപ്പോൾ ഒരു 1.5 years. അടുത്ത തവണ നമ്മൾ ഷാങ്ഹായിൽ വരുമ്പോൾ ആ വണ്ടിയുടെ ലോഞ്ചിനായിരിക്കും. നെക്സ്റ്റ് ഏർലി 2027. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ താങ്കൾ ഏതായാലും നമ്മളെല്ലാം ഇന്ത്യക്കാരും മലയാളികളാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു വികസനവും അല്ല ഇതുപോലെ പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതേ ഫീച്ചറുള്ള കാറുകളൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. ഇപ്പോഴും ഇമ്പോർട്ടഡ് കാറുകൾക്കാണ് അവിടെ പ്രാധാന്യവും. ഓടി, അതുപോലെ തന്നെ റേഞ്ച് റോവർ, അങ്ങനെയുള്ള കാറുകളാണ് ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി ആയിട്ട് ഓടുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചുപോയി. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമുക്കിത് എങ്ങനെ നമ്മുടെ സർക്കാർ തലത്തിലൊക്കെ ശ്രദ്ധപ്പെടുത്താൻ സാധിക്കും? തീർച്ചയായിട്ടും ഇത് ലോകത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ കുതിപ്പാണ്. അത് ചൈനയിൽ അത് വളരെ വേഗത്തിൽ പോകുന്നത് നമ്മൾ കാണുന്നു. അത് നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ തന്നെ ഫ്യൂച്ചറാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിലും തീർച്ചയായിട്ടും വരും. പക്ഷെ അതിന് കുറച്ച് സമയം കൂടി എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ജറ്റൂർ പോലും ഇന്ത്യയിലേക്ക് വളരെ താമസിക്കാതെ എത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. നമ്മുടെ T0 എന്ന് പറയുന്ന ഒരു പുതിയ വെർഷനുമായിട്ട്, അതിൻ്റെ EV വെർഷനുമായിട്ട് ഇന്ത്യ മാർക്കറ്റ്സിലേക്ക് വരുന്നതിനെ കുറിച്ചും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരുപക്ഷെ താങ്കൾ കുറച്ച് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നല്ലോ. അപ്പോൾ ഈ ഫൈനാൻഷ്യലി ടാക്സ് അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം ഈ രീതിയിലുള്ള ഫീച്ചറുള്ള കാറുകൾ ഇന്ത്യൻ നിരത്തുകളിൽ പ്രായോഗികമാണോ? ആളുകൾക്ക് എപ്പോഴും ആക്സസിബിൾ ആകുന്ന തരത്തിൽ ഒരു പ്രോഡക്റ്റ് വരുമ്പോഴാണ് ആളുകൾക്ക് അതിനോട് താല്പര്യം തോന്നുന്നത്. ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുന്നു, അതിൻ്റെ കൂടെ അതിൻ്റെ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഒരു പ്രൈസ് പൊസിഷനിങ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടെക്നോളജിയും പ്രൈസ് പൊസിഷനിങ്ങും ഒരു ബാലൻസ്ഡ് ലെവലിൽ കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് മാർക്കറ്റിലേക്ക് നമുക്ക് ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മുടെ, അതായത് ഇതുപോലുള്ള പ്രവാസികൾക്കിടയിലെ ഓരോ മേഖലകളിലെ വിദഗ്ധന്മാർ അല്ലെങ്കിൽ അവരെ എത്രത്തോളം നമ്മുടെ സർക്കാർ തലത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കാനും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കിട്ടുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചു മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ്. In the heart of Kuwait, Al Muzaini Exchange brings you a world of convenience. We deliver foreign currency at your doorstep, anywhere, everywhere. 135 plus branches, 80 plus years of experience. Al Muzaini Exchange, Kuwait's #1 exchange company since 1942. All you left me was a radio, and it goes like ooh, yeah,
നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ആരോഗ്യം, അതാണ് മെട്രോ മെഡിക്കൽ കെയറിന് ലഭിക്കുന്ന അംഗീകാരം. Metro Medical Group. The care, the concern, the cure. Kuwait, UAE. അതായത് നമ്മളിപ്പോൾ ഈ G900 എന്ന് പറയുന്ന പിന്നെ കാറൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് വെള്ളത്തിലും സഞ്ചരിക്കാവുന്നൊരു ഇത് വരുമ്പോൾ ഇപ്പം ഇത് ലൈക്ക് ജെട്ടി പോലെ സെറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും റോഡിൽ നിന്ന് അങ്ങനെ ഒരു പാത ഡെവലപ്പ് ചെയ്യേണ്ടി വരില്ല. അപ്പം അതിനും കടമ്പകളില്ലേ? അത് ഇപ്പോൾ അത് കമേഴ്ഷ്യലൈസ്ഡ് ലെവലിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ലോഞ്ച് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ യാങ്സി റിവറിൽ 100 G900 വണ്ടികൾ ഒന്നിച്ച് ഈ റിവർ ക്രോസ് ചെയ്യുന്നതോടുകൂടിയാണ് ഇതിൻ്റെ ലോഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ക്യാൻ ഇമാജിൻ അത് എങ്ങനെയായിരിക്കും 100 വണ്ടികൾ 100 കാറുകൾ കരയിൽ നിന്ന് യാങ്സി റിവറിലൂടെ കടന്നു വരുന്നതായിരിക്കും ഇതിൻ്റെ ലോഞ്ച്. അപ്പോൾ ഇത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴും അവിടെയും ഈ വണ്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിനുള്ള ഫെസിലിറ്റീസ് അവിടെയും വരും. ആദ്യം ഇപ്പോൾ ചെറിയ തോതിലായിരിക്കും, പിന്നെ അതൊരു കോമൺ ഫീച്ചറായിട്ട് അങ്ങ് മാറാൻ പോവാണ്. ഈ ഒരു ജമ്പ് ഓർ ചേഞ്ച് നമ്മൾ കാണാൻ പോവാണ് ഈ അടുത്ത വർഷങ്ങളിൽ. എന്തായാലും താങ്ക് യു മിസ്റ്റർ റെക്സി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെവലപ്മെൻറ്റ്സുകളും അല്ലെ ടെക്നോളജികളുടെ യൂട്ടിലൈസേഷനും എങ്ങനെ കൂടുതൽ നമുക്ക് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ പറഞ്ഞ ഗോസിപ്പുകളൊക്കെ മാറി ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരണവും മതവും എല്ലാം കളഞ്ഞ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മതകാര്യങ്ങൾക്കോ രാഷ്ട്രീയ കാര്യങ്ങൾക്കോ ഒന്നും ആൾക്കാർ തമ്പടിച്ച് ഗ്രൂപ്പ് കൂടി സമയം കളയാതെ ആ സമയത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അവരുടെ അവധി ദിവസം ഫാമിലിയായിട്ട് അവർ എല്ലാ മേഖലകളിലൂടെ ഇതിലേക്ക് വരില്ല. അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇപ്പം മതപരമായും മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകളും എല്ലാം ഉണ്ടാവും. പക്ഷെ ജോലിയും അതും കൃത്യമായിട്ട് മാത്രമല്ല അവർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ നടന്നതിന് ശേഷം അവരുടെ അവധി ദിവസങ്ങളും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ഇവർ നമ്മളെപ്പോലെ വലിച്ചുവാരി കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് വളരെ എന്താ പറയുക ആരോഗ്യകാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലുള്ള ബോധവൽക്കരണം അല്ലേ? എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് തന്നെ നമുക്ക് കാണാമല്ലേ? വളരെ നന്ദി ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. താങ്ക് യു. അപ്പോൾ നമ്മൾ ചൈന വിശേഷങ്ങളും നമ്മുടെ കുവൈറ്റിലെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് ഇന്നും സമയം അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളെപ്പറ്റി ഒന്നുകൂടെ പറയുകയാണ്. അതായത് നമ്മൾ മതകാര്യങ്ങൾക്കായാലും രാഷ്ട്രീയ കാര്യങ്ങൾക്കായാലും അല്ലെങ്കിൽ കൂട്ടായ്മകൾക്കൊക്കെ ഒരുപാട് സമയം കളയുമ്പോൾ ജോലിയെ മാറ്റിവെക്കുകയും അല്ല ജോലി ഉഴപ്പുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ നാടിൻ്റെ നന്മ, നമ്മുടെ വളർച്ച, നമ്മുടെ സന്തോഷങ്ങൾ, സമ്പത്ത് എല്ലാമാണ്. അത് ഇവിടുന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ 2-3 കാര്യങ്ങൾ. ഇവിടെ ജോലിയുടെ സമയത്തും അല്ലെ കുടുംബ കാര്യങ്ങളുടെ സമയത്തും ഇവരൊരിക്കലും കൂട്ടായ്മകൾക്കോ അല്ലെ സംഘടനാ പ്രവർത്തനങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ സമയം കളയുന്നില്ല എന്നുള്ളതാണ്. അഥവാ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ടൈം മാത്രമായിരിക്കും. ബാക്കി സമയങ്ങളിൽ അവർ ജോലി ചെയ്യും. അല്ലാത്ത സമയങ്ങളിൽ അവർ കുടുംബമായിട്ട് അവർ വെളിയിൽ പോകും. അവരുടെ രാജ്യത്തെ അല്ല അവരുടെ സർക്കാർ തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫെസിലിറ്റികൾ അവർ ശരിയായ ദിശയിൽ ഉപയോഗിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ ഇവരുടെ ശ്രദ്ധ വളരെ വലുതാണ്. എവിടെ ചെന്നാലും ഏറ്റവും രുചികരമായ ഭക്ഷണങ്ങളുമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടം പോലെയാണ്. അവിടെയെല്ലാം ചെന്ന് കണ്ടാൽ നമ്മൾ കാണാം അവിടെ ഒന്നും വലിച്ചുവാരി അങ്ങനെ കഴിച്ചോ അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റി ഫുഡ് കഴിച്ച് അങ്ങനെ അലസമായി നടക്കുന്ന പരിപാടികൾ ഇല്ല എന്നുള്ളതും നമ്മൾ കാണാനാണ്. ഇത്തരം ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ എല്ലാ തലത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. Metro Medical Care. The care, the concern, the cure. Kuwait. Lulu, where the world comes to shop. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbas. Faster, secure, reliable. Al Muzaini Exchange, always near you.